മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന എ പത്മകുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പുറത്താക്കിയിട്ടില്ല, ഡിസ്മിസ് ചെയ്തിട്ടില്ല, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുതരം കണ്ണിൽ പൊടിയിടലാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട്. അപ്പം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാന്ദർഭികമായ വിലക്ക് സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞേനെ. ഇദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയില്ല. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതുപോലെ, അല്ലെങ്കിൽ TK ഗോവിന്ദനെ പുറത്താക്കിയതുപോലെ ഇദ്ദേഹത്തെ പുറത്താക്കിയില്ല. പക്ഷേ അരികത്ത് നിർത്തിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാം, അങ്ങനെ നിർത്തുമിനി. സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഇയാളെ കയറിട്ട് കെട്ടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് MV ഗോവിന്ദനും പാർട്ടിയും പിണറായിയും ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. നേരത്തെ കോടതി പറഞ്ഞാൽ നടപടിയെടുക്കും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ കോടതിയൊന്നും പറഞ്ഞില്ല, പക്ഷേ നടപടി എടുത്തു കഴിഞ്ഞു. അന്നേ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം പരാതികളിൽ നിന്ന് CPMന് തൽക്കാലത്തേക്കെങ്കിലും അന്ന് രക്ഷപ്പെടാമായിരുന്നു. ഈ അയ്യപ്പ സംഘമൊക്കെ തട്ടിക്കൂട്ടേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ എന്തൊക്കെയായാലും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എ പത്മകുമാറിനെ. കോടതി പറഞ്ഞാൽ മാത്രം നടപടി, അല്ലാതെ നിലപാട് സ്വീകരിക്കാനാവില്ല. നല്ലോണം വേവട്ടെ. അറസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരാൾക്കെതിരെ നടപടി എടുക്കാനാവില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് കോടതി ശിക്ഷിക്കട്ടെ, അപ്പോൾ നിലപാട് സ്വീകരിക്കും. 2025 നവംബറിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളാണ്. പിന്നീട് പലതവണ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഈ മറുപടി ആവർത്തിച്ചു. നിലവിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പരിഹസിക്കുകയും ചെയ്തു. 90 ദിവസം പത്മകുമാർ ജയിലിൽ കിടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. CPM വലിയ തിരിച്ചടി നേരിട്ടു. തോൽവിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്ത ശേഷം MV ഗോവിന്ദൻ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് പാർട്ടിക്ക് അത് വലിയ ക്ഷീണമുണ്ടായി. എല്ലാം വല്ലവൻ്റെയും തലയിലങ്ങ് കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് പാർട്ടി അന്നും ഇന്നും എന്നും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി കാരണം തോറ്റു, ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാരണം തോറ്റു, എ പത്മകുമാർ കാരണം തോറ്റു, ഇന്ന ആൾ കാരണം TK ഗോവിന്ദൻ കാരണം തോറ്റു, വി കുഞ്ഞികൃഷ്ണൻ കാരണം തോറ്റു. എല്ലാം വല്ലവൻ്റെയും തലയിലാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുമില്ല. പിണറായി പെർഫെക്റ്റുമാണ്, പാർട്ടിയും പെർഫെക്റ്റാണ്, ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവർ കാരണം CPM എല്ലായിടത്തും തോറ്റു. എത്ര വികലമായ കണ്ടെത്തലും എത്ര വികലമായ ആശയവുമാണ്. കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത രീതിയിലാണ് പച്ചക്കള്ളങ്ങളും ഇതുപോലെയുള്ള തട്ടിക്കൂട്ടി ന്യായീകരണങ്ങളും പാർട്ടി തട്ടുവിട്ടിക്കൊണ്ടിരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങൾ പാർട്ടി കണ്ടെത്തി എന്നൊക്കെ അന്ന് വിളിച്ചു പറയുകയും ചെയ്തു. എന്താണ് വല്ലവൻ്റെയും തലയിൽ വെക്കുക, അത് തന്നെ. ഇപ്പോൾ എ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തു. MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞ കോടതി വിധിയൊന്നും ശബരിമല കേസിൽ വന്നിട്ടില്ല. കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കേസിൽ പുതുതായി ഒന്നും കണ്ടെത്തിയിട്ടുമില്ല. കോടതി വിധി എത്തും മുമ്പേ വന്ന ജനവിധിയാണ് ഇപ്പോൾ CPMനെ ഈ ഒരു നടപടി എടുക്കാൻ നിർബന്ധിതമാക്കിയത്. മാത്രമല്ല, സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് അകത്തുണ്ട്. ഇദ്ദേഹം ഒന്നും തുറന്നു പറയില്ല, പലരുടെയും പേരുകൾ പറയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. പത്മകുമാറിനെതിരായ വിവാദങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായതായി സംസ്ഥാന സമിതി വിലയിരുത്തിയതിന് പിന്നാലെ ആണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊന്നുമല്ല കാരണം, അദ്ദേഹത്തെ ഒതുക്കണം. അതിനുവേണ്ടിയാണ് നടപടിക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഏറ്റവും ശക്തനായ വ്യക്തി എ പത്മകുമാറാണ്. പിണറായി പക്ഷക്കാരനാണ്. കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും നിലവിൽ പത്മകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണെന്നും ആണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി, സസ്പെൻഷനിൽ ഒതുങ്ങിയത് എന്ന വിമർശനമുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ അത് നീതികേടാകും എന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നും CPM ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു. എല്ലാത്തിനും വിശദീകരണങ്ങൾ ഉണ്ട് ഇവർക്ക്. ആത്മകഥ എഴുതാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി പറയുന്നു. പാർട്ടി നടപടികളിൽ രണ്ടാമത്തെ വലിയ നടപടിയാണ് സസ്പെൻഷൻ. കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നടപടിയായ പുറത്താക്കൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പുറത്താക്കിയാൽ പണിപാളും. പുറത്താക്കുകയാണ്, അതിനാണ് ഉദ്ദേശിച്ചത്. പിണറായി വിജയനും ഗോവിന്ദനും രാജു എബ്രഹാമും ഒക്കെ ചർച്ച ചെയ്തത് അത് തന്നെയാണ്. പക്ഷേ പുറത്താക്കില്ല. അദ്ദേഹത്തെ അരികത്ത് നിർത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ആ ഒരു വക്കത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നു. അങ്ങോട്ട് മുന്തിയാൽ അപ്പുറത്തോട്ട് പുറത്തോട്ട് വീഴും. അപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നുകൊള്ളുമല്ലോ, ഒന്നും പറയുകയില്ല. ആത്മകഥ എഴുതിയാലും ആത്മകഥ അതിനകത്ത് പല പോയിന്റുകളും അദ്ദേഹം മാറ്റിവെക്കാനോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഉള്ള സാധ്യതയുമുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നെങ്കിലും അതിനോട് നേതൃത്വം യോജിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. കാരണം ഈ വിഷയം വരുമല്ലോ. ഇപ്പം ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും ഏത് കമ്മിറ്റി ആയാലും എല്ലാം നോക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ അദ്ദേഹം തന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ ഇത്തരത്തിൽ തീരുമാനങ്ങൾ അങ്ങ് എടുക്കുകയാണ്. വളരെ ഈ സ്ത്രീ പ്രവേശന സമയത്ത്, യുവതീ പ്രവേശന വിഷയത്തിലടക്കം
ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയ കഥ, അതുപോലെ തന്നെ ഈ ചെമ്പുപാളി ഇളക്കിക്കൊണ്ടുപോയ സമയത്തെ ചില കാര്യങ്ങൾ, അതുപോലെ ദൈവതുല്യനായ വ്യക്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ചില സൂചനകളൊക്കെ അദ്ദേഹം ചില വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു, സഖാക്കളോട് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ ചർച്ചയാക്കുകയും വാർത്തയാക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ വന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അദ്ദേഹം തുറന്നു പറഞ്ഞതുപോലെ പലതും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരും പെടും. മാത്രമല്ല അത് ഈ തോൽവി അതിൻ്റെ ഒപ്പം തന്നെ ആകെ അങ്ങ് ചീഞ്ഞ് നാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷനിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. എന്തായാലും ബാക്കി നടപടികൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പത്മകുമാർ പലതും പറഞ്ഞാൽ പലരും അകത്തു പോകും, പലരും നാണം കെടും. മുൻ മന്ത്രി തന്നെ പല കാര്യങ്ങൾ, അതായത് മേൽശാന്തി നിയമനത്തിന് ഇന്നയാൾ വേണം എന്ന് പറഞ്ഞ് നറുക്കിട്ടെടുക്കുന്ന മേൽശാന്തി നിയമനമാണ്. അപ്പോൾ അതിനകത്ത് വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും. കടകംപള്ളി പറഞ്ഞത് കേട്ടാണ് ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ, സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കാണാം. എന്തായാലും CPM സസ്പെൻഡ് ചെയ്തേ ഉള്ളൂ, പുറത്താക്കിയില്ല. പുറത്താക്കിയാൽ CPM നിന്ന് ആരൊക്കെ പുറത്തു പോകും എന്നറിയില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേ പുറത്തു പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ ആകെ പുറത്തു പോയി കഴിഞ്ഞാൽ പാർട്ടിയെ ഇല്ലാതായി പോകും. ആ അവസ്ഥയിലെത്തും. കാരണം അത്രയും വലിയ സ്വർണ്ണക്കൊള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. CPM എന്ന പാർട്ടിക്കും അതിലെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും അതിലുള്ള പങ്കൊക്കെ തന്നെ അന്നേ സംശയമുണ്ടായിരുന്നു, ചർച്ചയായിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കുന്നത് അതിലൊക്കെ തന്നെ കഴമ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ്.